അകത്തളത്തിൽ ഒരു പരിശോധന നടത്തിയാൽ പരിപൂർണമായ ഒരു വ്യവസ്ഥിതിയാണ് വായിക്കാൻ കഴിയുന്നത്. അവിടുത്തെ ഭാര്യയെ ദുരുപയോഗം ചെയ്യാൻ അഥവാ അവിടത്തോട് ചോദിച്ചിട്ട് രഹസ്യം ഒപ്പിയെടുക്കാൻ ഒരു മൊസാദിനും സാധ്യമല്ല, ഒരു ചാരസംഘടനയ്ക്കും സാധ്യമല്ല. ഇന്ന് ലോകത്തെ മുഴുവനും നോക്കിയാൽ ഭാര്യമാരെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അകത്തളത്തിലെ പരിചാരകരെ ചൂഷണം ചെയ്തുകൊണ്ട് രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ കൊള്ളയടിക്കുന്നവരുണ്ട്, അടിച്ചു മാറ്റുന്നവരുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ഉപയോഗപ്പെടുത്തിയിട്ട് കമ്പനികൾ തകർക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം മുന്നിലാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയോं में जैसे अफजलो आला है मुस्तफा शहरों में बादशाह मदीना हुजूर का जब से कदम पड़ेगे रिसालत माब के जन्नत से पड़ गया है मदीना हुजूर का नबियों में जैसे अफजल आला है मुस्तफा शहरों में बादशाह है मदीना हुजूर का. മഹാന്മാരായ ഉറുദു കവികൾ പറയുകയാണ്, ആരാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുഴുവനും നേതാവാണ്. എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ അമരത്തിരുന്നവരുണ്ട്, ധീരമായ ഇടപാടുകൾ നടത്തിയ പ്രവാചകന്മാരുണ്ട്, വിനീതമായി ആരാധനാലയത്തിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞവരുണ്ട്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ അവരുടെ മുഴുവനും നേതാവാണ്. ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ആണ്. ഇവിടെ നിന്നുയരുന്ന സ്വലാത്തിന്റെ മർമരങ്ങൾ ഹബീബായ നബി തങ്ങളുടെ ഉമ്മരത്തെ മർമരമുയർത്തേണ്ടതാണ്. അതുകൊണ്ട് ഒരു സ്വലാത്ത് മദീനയിലേക്ക് വരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നുകൊണ്ട് പടയൊരുക്കം നടത്തുകയാണ്. അതിനിടയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോളെ, ഹബീബായ നബി തങ്ങൾ എവിടേക്കാണ് യാത്ര പോകുന്നത് എന്നൊന്ന് പറയുമോ മോളെ? ഫസ്വമത്തത് ആയിഷ റളിയല്ലാഹു അൻഹ മിണ്ടുന്നില്ല. ഗുണവതികളായ സ്ത്രീകൾ അങ്ങനെയാണ്, നല്ലവരായ സ്ത്രീകൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ ഭർത്താവുമായുള്ള സ്വകാര്യ ജീവിതത്തിന്റെ വാർത്തകൾ പുറത്തു പറഞ്ഞാൽ, മറ്റുള്ളവരോട് പങ്കുവച്ചാൽ വളരെ വൃത്തികെട്ട സ്ത്രീയാണ്, വലിയ കുറ്റമാണ് ആ ചെയ്യുന്നത്. ഏത് കൂട്ടുകാരിയോടും അത് പങ്കുവെക്കാൻ പാടില്ല. അരമനയുടെ അകത്തളത്തിലെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് മതപരമായി തന്നെ വലിയ കുറ്റമാണ്. സാമൂഹികമായി അതിന് വലിയ വിപത്തുണ്ട്, വളരെ ദുഷ്കരമായ കാര്യമാണ് എന്നാണ് മതം വീക്ഷിക്കുന്നത്. ഇത്രയും വലിയ മനഃശാസ്ത്രമുള്ള ഒരു മതത്തെ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സ്വകാര്യതകളായി സൂക്ഷിക്കാൻ കഴിയണം. ആ മറകളും വേലികളും എല്ലാം തകർന്നുപോയി എന്നതാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം. വരാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്താതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫദഖല റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ഉടനെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അതുരീദു അൻ തഖറുജ മഖറജാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തങ്ങളെ എവിടേക്കെങ്കിലും ഒരു പുറപ്പാട് കരുതിയിട്ടുണ്ടോ? തങ്ങളെ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അന്വേഷണമാണ്. അപ്പോൾ പറഞ്ഞു, നഅം, ഞാൻ അങ്ങനെയൊന്ന് കരുതിയിട്ടുണ്ട് സിദ്ദീഖ്. ലഅല്ലക തുരീദു ബനിൽ അസ്ഫർ, മഞ്ഞപ്പടയാണോ തങ്ങളെ ഉദ്ദേശിക്കുന്നത്, അഥവാ റോമിനെതിരെയാണോ പടയൊരുക്കം നടത്താൻ ഉദ്ദേശിക്കുന്നത്? ലാ, റോമിനെതിരെയുള്ള മുന്നേറ്റമല്ല. അഫ തുരീദു അഹ്ല നജ്ദിൻ, നജ്ദിന്റെ സൈന്യത്തിനെതിരെയാണോ ഉദ്ദേശിക്കുന്നത്? ലാ, അതിനെയും അല്ല സിദ്ദീഖേ. ഫലഅല്ലക തുരീദു ഖുറൈശൻ, ഖുറൈശിനെയാണോ ലക്ഷ്യം വെക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഅം യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ, അതുതന്നെയാണ് എന്റെ ഉദ്ദേശം. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, അലൈസ ബൈനക വബൈനഹും മുദ്ദാ, നമ്മുടെ ഉടമ്പടിയുടെ കാലം അല്പം കൂടി ബാക്കിയില്ലേ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, ബനൂ കഅബ് ചെയ്തു വെച്ച കാര്യങ്ങൾ അറിഞ്ഞില്ലേ? അതാ നമ്മളോട് ഉടമ്പടിയുള്ള ജനതയോട് ഖുറൈശികളുടെ സന്ധിയിലുള്ള ആളുകൾ ചെയ്ത പരാക്രമണത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലേ സിദ്ദീഖേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് യാത്രയുടെ ക്രമീകരണങ്ങളെ അപ്പോഴും പറയുന്നില്ല. ഏറ്റവും വലിയ നയതന്ത്രത്തിന്റെ മകുടോദാഹരണമാണ് ഈ അധ്യായം. ഇങ്ങ് വായിക്കുമ്പോഴാണ് ആധുനിക ചാര സംവിധാനങ്ങളുടെയും രാഷ്ട്ര സുരക്ഷയുടെയും സെക്യൂരിറ്റി പോസ്റ്റുകളുടെയും ഭരണ നയതന്ത്രത്തിന്റെയും അസ്ഥിവാരങ്ങളെ മുഴുവനും നമ്മുടെ നേതാവ് പറഞ്ഞു തന്നല്ലോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന അധ്യായമാണ്. മദീനയിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറപ്പാടിൽ നിന്ന് വായിക്കാനുള്ളത്. ഈ സമയത്ത് പല സ്വഹാബത്തിന്റെയും ഫീലിംഗുകളുണ്ട്. മദീനയിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകളുണ്ട്, മക്കയിൽ നടക്കുന്ന ഒരുക്കങ്ങളുണ്ട്. എല്ലാത്തിലേക്കും കടന്നുപോയാൽ സുബുലുൽ ഹുദാ വർ റശാദിലെ വലിയ ഒരു അധ്യായം വായിച്ചു നോക്കുമ്പോൾ എവിടെന്ന് പറയാനാണ്, എങ്ങോട്ട് തുടരാനാണ്? അല്പം ചിലത് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലാതെ നിർവാഹമില്ല. പാരാവാരസമാനമായ ചരിത്രത്തിന്റെ ഉടമയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് എനിക്ക് എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. നമ്മുടെ മക്കൾ റസൂലുള്ളാഹിനെ വായിക്കാൻ സമയമില്ല. വൃത്തികെട്ട സിനിമകളുടെയും അർത്ഥശൂന്യമായ സ്റ്റണ്ടുകളുടെയും തോന്നിവാസങ്ങളുടെയും വായനയ്ക്ക് വേണ്ടി സമയം കൊല്ലുന്ന എന്റെ യുവാക്കളോട് പറയാനുള്ളത്, ഹബീബായ നബി തങ്ങളുടെ ജീവിതം ഒന്ന് വായിക്കുമോനെ. ഏതോ സിനിമാ കഥകളുടെയും തിരക്കഥകളുടെയും വെള്ളിത്തിരകളുടെയും ചരിത്രങ്ങൾ കഥകളുടെ പിന്നാലെ പോകാതെ സത്യവത്തായ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുമോനെ. അതിൽ നിന്നാണ് ലോകത്തിന് മുഴുവനും മാതൃകയുണ്ടായത്. നമുക്ക് റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കാൻ നേരില്ല. യൂറോപ്യന്മാര് ഹബീബായ നബിതങ്ങളുടെ ചരിത്രവും ജീവിതവും വായിച്ചിട്ട് അവരുടെ രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും ഡിസിപ്ലിനുകൾ തയ്യാറാക്കുക. യൂറോപ്യന്മാര് അവിടെയുള്ള ദിഷണാശാലികളായ ആളുകൾ ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചിട്ട് അതാ അവർ അവരുടെ രാജ്യത്തെയും അവരുടെ ഭരണ സംവിധാനങ്ങളെയും ചിട്ടപ്പെടുത്തുകയാണ്. കാരണം അത്രയും സമ്പൂർണമാണ് ഇസ്ലാം. നമ്മൾ ആലോചിച്ചു നോക്ക്, ഇന്ന് യൂറോപ്യന്മാരാണ് ഈത്തപ്പഴത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഗവേഷണം നടത്തുന്നത്. അറിയുമോ നിങ്ങൾക്ക്? യൂറോപ്യന്മാര് പഠിക്കുകയാണ് അതിന്റെ ഗുണഗണങ്ങളെ, അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കങ്ങളെ. സംസം വെള്ളത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ പഠനം നടക്കുകയാണ്. അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കാനുള്ളത്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇവിടെ നടക്കുന്ന സംസാരത്തോട് പ്രതികരിക്കുന്നുണ്ട്. അതിൽ ഓരോ വെള്ളങ്ങളുടെയും വ്യത്യസ്തമായ സെൻസുകളെ
ചൈനയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് വളരെ അന്വേഷണാത്മകമായി പഠനം നടത്തിയത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുമുള്ള പഠനം ഇസ്ലാം പറഞ്ഞു വെച്ച കാര്യങ്ങളെ അറിയുകയും പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാൻ യൂറോപ്യന്മാർ അവരുടെ കൾച്ചറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും കഥകളുടെയും പിന്നിൽ പോയി അടിച്ചു പൊളിച്ച് ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഈ സമുദായം ആസ്വാദനങ്ങളുടെ പിന്നിലേക്ക് പോവുകയാണ്. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ബഹുദൈവ വിശ്വാസികളായി പോകും എന്നെനിക്ക് ഭയമില്ല. ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായി പോകുമെന്ന് എനിക്ക് പേടിയില്ല. എനിക്കുള്ള പേടി എന്താണ്? നിങ്ങൾ ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ മയങ്ങിപ്പോകും, അതാണ് പേടിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമ്മളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്വാദനങ്ങളുടെയും ആർഭാടങ്ങളുടെയും പിന്നിലേക്ക് പോകുന്നത്. അതേ സമയത്ത് പക്വതയുള്ള പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ, പടിഞ്ഞാറിന്റെ ആളുകൾ, അവരുടെ സമയങ്ങളിൽ ഇസ്ലാം സംബന്ധിയായ വിഷയങ്ങളെ ഗവേഷണം നടത്തുകയാണ്, ചരിത്രം പഠിക്കുകയാണ്. എന്നിട്ട് അവരുടെ ചരിത്രത്തിലേക്ക് ചില നയങ്ങളെ രൂപപ്പെടുത്തുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് കേരളത്തിലെ ജയിലുകളിൽ ചപ്പാത്തി മുറികൾ ഉണ്ടായത് എന്ന് പോലീസ് മേധാവിക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ട്. നിങ്ങളെല്ലാവരും കേട്ട പ്രസംഗമാണത്, നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വായിച്ചപ്പോഴാണ് നമ്മുടെ ഉയർന്ന പോലീസ് മേധാവി DGP ജേക്കബ് പുന്നൂസിന് മനസ്സിലാകുന്നത് ഈ ജയിൽ പുള്ളികളുടെ ഊർജത്തെ വിനിയോഗിക്കാൻ നല്ല ഒരു പാഠം മദീനയുടെ ഭരണാധികാരി നൽകിയിട്ടുണ്ട്. നമുക്കിവിടെയും അത് ഉപയോഗിക്കാം, അവരുടെ സമയത്തെ വിനിയോഗിക്കാം. അങ്ങനെ ജയിലിന്റെ ഉള്ളിൽ നിന്ന് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് ചപ്പാത്തി വണ്ടി ഉരുളുകയാണ്. ഇതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ പല പരിഷ്കാരങ്ങളും ഭരണകൂടങ്ങൾ പഠിക്കുകയാണ്. ഇസ്ലാമിക് ബാങ്കിംഗ് ലോകത്തോടെ വ്യാപകമായി സ്വീകരിക്കപ്പെടുകയാണ്. പക്ഷേ ഇസ്ലാമിക് ബാങ്കുകളിൽ എത്ര ഇസ്ലാം വരുന്നു എന്നത് മറ്റൊരു ചർച്ചയാണ്. ഏതായാലും ശരി, ഇസ്ലാമിക് എക്കോണമിക്ക് പ്രാധാന്യത്തോടെ ചർച്ച നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതുപോലെ ഓരോന്നിനും ഇന്ന് ലോകത്ത് പകർച്ചവ്യാധികൾ കൊണ്ട് ലോകം വേദനിക്കുകയാണ്. എബോളയെ പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ആളുകളെ കൊന്ന മറ്റൊരു വൈറൽ അറ്റാക്കും ഉണ്ടായിട്ടില്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അറിയുമോ? എബോളയെ പോലെ ഇത്രയും വ്യാപകമായി ദുരന്തം വിതച്ച ഒരു പകർച്ചവ്യാധിയും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുകയാണ്, ഇതിനെ എതിരിടാൻ എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക് വരണം. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ആയുസ് കൂടാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹോന്നതമായ ഒരു കാര്യമുണ്ട്. അതെന്തെന്നറിയുമോ? സിലത്തുർ റഹിമി, കുടുംബ ബന്ധം ചേർക്കലാണ്. ഇന്ന് മൊബൈൽ വന്നപ്പോൾ, ഇന്റർനെറ്റ് വന്നപ്പോൾ, മോഡേൺ സംവിധാനങ്ങൾ വന്നപ്പോൾ, പ്രവാസ ജീവിതം വന്നപ്പോൾ, ജ്യേഷ്ഠന്റെ അനുജന്റെ മക്കളെ തമ്മിൽ പോലും അറിയാത്ത കാലം. ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളെ പോലും അറിയാത്ത കാലം. പിന്നെയല്ലേ അകന്ന ബന്ധുക്കൾ, ബന്ധങ്ങളെയും കുടുംബങ്ങളെയും അറിയാത്തൊരു കാലം. കുടുംബ ബന്ധം മുറിക്കുക എന്നത് നിങ്ങളുടെ ആയുസ് കുറയാനുള്ള ഒരു കാരണമാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്നത് നിങ്ങളുടെ ആയുസ് കൂടാനുള്ള കാരണമാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിനെന്ത് പരിഗണനയാണുള്ളത്? നമ്മുടെ തെക്കൻ ജില്ലയിൽ വലിയൊരു മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു മുസ്ലിം സഹോദരൻ ഒരിക്കൽ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ 11 രാവിലെ ഖുത്ബിയ്യത്തുണ്ടായിരുന്നു. ആത്മീയമായി അതിന് ഫലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പുറമേ വലിയൊരു ഗുണം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമായിരുന്നു. അന്ന് ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരും ഞങ്ങളുടെ മക്കളും എല്ലാം ഒരുമിച്ച് കൂടാറുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം പുതുക്കാനുള്ള വഴിയാണ് മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ നടന്നിരുന്ന ഖുത്ബിയ്യത്ത്. ഇന്നത് കുറഞ്ഞപ്പോഴേക്ക്
അനുജന്റെയും ജ്യേഷ്ഠന്റെയും മക്കളെ അറിയുന്നില്ല, ബന്ധങ്ങളെ പുതുക്കാനുള്ള വഴിയില്ല. എന്നിട്ട് അയാൾ പറയാ, മുസ്ലിയാരെ നിങ്ങൾ വഴതു പറയണം. കുടുംബ ബന്ധം ചേർക്കാൻ ഇത്തരം ആത്മീയമായ സദസ്സുകൾ മാസത്തിലൊരിക്കൽ വീട്ടിലുണ്ടാകാൻ വേണ്ടി നിങ്ങൾ വഴതു പറയണം. അദ്ദേഹത്തിന്റെ ഒരു സജഷനാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നല്ല സ്വാലിഹായ ഒരു പിതാവിന്റെ മകനാണ് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ ലോകം ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലാണ് പരിഹാരം അന്വേഷിക്കുന്നത്. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ വിഷയ പരമ്പരക്കിടയിൽ ആനുകാലിക പ്രാധാന്യമുള്ള മുഴുവൻ വിഷയങ്ങളെയും തിരുനബി തങ്ങളുടെ പാഠശാലയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ എബോള ഇവിടെ വായിക്കപ്പെടുകയാണ്, ഖർവാപ്പസി ഇവിടെ വായിക്കപ്പെടുകയാണ്. ആൽബം സോങ്ങുകളുടെ സാമൂഹിക ദുരാചാരങ്ങൾ ഇവിടെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്വമായ ഒരു അരമനയുടെയും അധികാരത്തിന്റെയും അകത്തളത്തിൽ നിന്ന് രാജ്യങ്ങളോട് അഭിമുഖീകരിക്കാനുള്ള സംവിധാനത്തെ പഠിപ്പിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതേ, ഉടമ്പടിയുടെ കാലം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ ലംഘനം മക്കയിൽ നിന്ന് വന്നു പോയതറിഞ്ഞില്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എടുക്കാനുള്ള തീരുമാനം എന്താണ്? ഹബീബായ തങ്ങളുടെ അടുക്കൽ തീരുമാനമുണ്ട്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൺവിൻസ് ചെയ്യിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അനുയായികളെ മുഴുവനും ആ വിചാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സ്വഹാബത്തെ മുഴുവനും നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. വതാലൽ കലാം. എന്നിട്ട് ദീർഘനേരം സംസാരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വലതുഭാഗത്തിരിക്കാൻ. ثم دعا عمر. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഏറെ നേരം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇടത് സൈഡിൽ ഇരിക്കാൻ. ബാക്കിയുള്ള സ്വഹാബത്തിനെ മുഴുവനും മുന്നിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ثم دعا الناس. ജനങ്ങളെ മുഴുവനും വിളിച്ചിട്ട് പറയുകയാണ്, അലാ ഉഹദ്ദിഥുകും ബിമസലി സ്വഹിബൈകും ഹാദൈൻ. ഓ ജനങ്ങളെ, നിങ്ങളുടെ ഈ രണ്ട് നേതാക്കളുടെ ഉദാഹരണം പറയട്ടെ. ഈ രണ്ടുപേരെ ഞാൻ വിളിച്ച് സംസാരിച്ചല്ലോ, അവരുടെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നഅം യാ റസൂലല്ലാഹ്. പറയണേ നബിയേ. ഫഅഖബല ബിവജ്ഹിൽ കരീം അലാ അബീ ബക്കർ. എന്നിട്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിഞ്ഞിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ കാന അല്യന ഫില്ലാഹി തആല മിനദ്ദുഹ്നി ഫിൽ ലബനി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാലിലെ വെണ്ണ പോലെ മയമുള്ള ആളായിരുന്നു. മതകാര്യങ്ങളിൽ പാലിലെ വെണ്ണ പോലെ മയമുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറയുകയാണ്. ഫഅഖബല ബിവജ്ഹിൽ കരീം അലാ ഉമറ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന നൂഹൻ കാന അശദ്ദു ഫില്ലാഹി തആല മിനൽ ഹജരി. ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നെന്നറിയുമോ? കാന അശദ്ദ ഫില്ലാഹി തആല മിനൽ ഹജരി. ഉമർ റളിയല്ലാഹു അൻഹു പാറയേക്കാൾ ഉറച്ച നിലപാടിന്റെ ആളായിരുന്നു എന്നൊരു ഉദാഹരണം. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കാര്യത്തിൽ വലിയ ഉറച്ച നിലപാടുകാരനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ മയമുള്ള ആളായിരുന്നേ. പറഞ്ഞതിന്റെ അർത്ഥം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ നിലപാടുകാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നൂഹ് നബിയുടെ നിലപാടുകാരനാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്നൽ അംറ അംറു ഉമറ.
ഇവിടെ കാര്യം ഉമറിന്റെ തീരുമാനത്തിനൊപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖ്യാന ശൈലിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലപാടുകളെ വിശദീകരിക്കാൻ ഒരു പക്ഷേ ഉണ്ടാകാം അവിടെ അന്വേഷിക്കുന്ന ഒരു മൂന്നാമൻ. അയാൾക്ക് കാര്യം പിടുത്തം കിട്ടാനില്ല. മക്കയ്ക്കെതിരെ ഒരു ആക്രമണത്തിനല്ല മുതിരുന്നത്, അങ്ങനെ തുറന്നു പറയാനുമില്ല. അതുകൊണ്ടാണ് വളരെയേറെ അർത്ഥകൽപ്പനയുള്ള പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി കഴിയുമ്പോൾ സ്വഹാബത്ത് മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാലോ എന്ന് കരുതി. ധൈര്യം ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ പോവുകയാണ്. പോയിട്ട് ചോദിച്ചു, എന്തായിരുന്നു നബി തങ്ങളുടെ ചർച്ച? അപ്പോൾ പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഖുറൈശികൾ കരാർ ലംഘനം നടത്തിയതിനാൽ നമ്മളൊന്ന് അവർക്കെതിരെ മക്കയിലേക്കൊന്ന് പോയാലോ? എന്ത് പറയുന്നു സിദ്ദീഖ്? എന്നോടൊരാലോചന നടത്തിയതാണ്. ഞാൻ പറഞ്ഞു, അവര് നമ്മുടെ കുടുംബക്കാരല്ലേ, അവര് നമ്മുടെ നാട്ടുകാരല്ലേ, അവര് കഅബയുടെ വീട്ടുകാരല്ലേ, കാര്യം മനസ്സിലാക്കും, അവര് വന്നോളും, നമ്മൾ ഒന്നിനും ഇറങ്ങണ്ട എന്നായിരുന്നു സിദ്ദീഖിന്റെ മറുപടി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നെ എന്തേ ഉണ്ടായത്? ഉമർ അൽ ഫാറൂഖിനോട് ചോദിച്ചു ഈ വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇറങ്ങണം ഇപ്പോൾ, അവര് നമ്മളെ പുറത്താക്കിയവരാണ്, തൗഹീദിന്റെ പ്രചരണത്തിന് ഘടകവിരുദ്ധമായി പെരുമാറിയവരാണ്, അവര് തങ്ങളെ മാരണക്കാരനെന്ന് വിളിച്ചവരാണ്, ഭ്രാന്ത് ആരോപിച്ചവരാണ്, ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തിയിട്ട് നമുക്കെതിരെ പ്രത്യാക്രമണം നടത്തിയവരാണ്. അതുകൊണ്ട് മരുഭൂമിയിലെ ഒരു മണൽത്തരിയാണ് എന്റെ കൂടെ ബാക്കിയുള്ളതെങ്കിലും ഞാൻ റെഡിയാണ് മുന്നണി പോരാളിയായി ഇറങ്ങാൻ. ഇതായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അയിമ്മത്തെ ഉദ്ധരിക്കുകയാണ്, എന്തൊക്കെയാണ് ഖുറൈശികൾ A to Z ചെയ്തത് അത് മുഴുവനും എണ്ണി അങ്ങ് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഈ അറബ് രാജ്യത്ത് മുഴുവനും ഈ വെളിച്ചം നടക്കണമെങ്കിൽ ഖുറൈശികൾ വരിതിക്ക് വരണം, അല്ലാതെ ഈ പരിശുദ്ധമായ വെളിച്ചം അറബ് ലോകത്ത് വ്യാപിക്കാൻ തടസ്സമാണ് തങ്ങളെ, നമുക്ക് പോകാം, ഇനിയൊന്നും ആലോചിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉമർ തങ്ങളുടെ തീരുമാനത്തിനൊപ്പമാണ് നമ്മളുള്ളതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരു നല്ല ആലോചന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ ഖുദിൽ ഉയൂന വൽ അഖ്ബാറ അൻ ഖുറൈശിൻ യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങളുടെ പടപ്പുറപ്പാടുകളും അവർക്ക് നീ എത്തിക്കല്ല റബ്ബേ, സ്വകാര്യമായി അവരിലേക്ക് എത്തിച്ചേരാനും വിജയത്തിലേക്ക് കടക്കാനുമുള്ള അവസരം തരണേ റബ്ബേ. ഇതൊരു ജനതയെ നശിപ്പിക്കാനുള്ള ആഗ്രഹമല്ല, ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ സമാധാനപരമായി മക്കയിലേക്ക് കടക്കാനുള്ള ഹബീബായ നബി തങ്ങളുടെ ആഗ്രഹമാണ്. കാരണം അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണ വർഷമാണ്. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയുടെ ലോകമാണ്. അതുകൊണ്ട് ഒരു പൊടി രക്തം പോലും ചൊരിയാതെ മക്കയിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നബി തങ്ങൾക്കുണ്ട്. മക്കയിൽ ചോരക്കളമുണ്ടാകാതിരിക്കാനാണ് ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടമ്പടികൾ മുഴുവനും മാനവികതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണ്, മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ്. അവിടുത്തെ ഇടപാടുകൾ മുഴുവനും മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇത്രയും വലിയ നയപരമായ മുന്നേറ്റം നടത്തിയ നേതാവിന്റെ ചരിത്രം വായിക്കാൻ ഇവിടെ ആളുകളില്ല. ഹബീബിനെ അറിയാൻ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല.
അതുകൊണ്ട് നന്നായി ഒന്ന് പഠിക്കണേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടക്കാനുള്ള ഒരുക്കമാണ്. ഇടയിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരു ലെറ്റർ എഴുതിയൊരു പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്റെ കുടുംബക്കാരായ ആളുകൾ മക്കയിലുണ്ട്, അവർക്ക് നിങ്ങൾ സ്വകാര്യമായി എത്തിച്ചു കൊടുക്കണം. മഹാനായ സ്വഹാബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബനുൽ മുത്തലിബിലെ അടിമയായ മുസൈന ഗോത്രക്കാരിയായ സാറ എന്ന പെണ്ണിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയാണ്. ഈ കത്ത് കൊണ്ടുപോയി മക്കയിൽ എന്റെ കുടുംബക്കാരെ എത്തിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം മക്കയിലുള്ള തന്റെ കുടുംബക്കാരെ നേരത്തെ അറിയിക്കാൻ ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന സ്വഹാബി ഒരു ലെറ്റർ എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഇവിടെ ഒരു മൊസാദില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യോഗ്യത എന്താണ്? റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഒരു തീരുമാനവും പറയാത്ത നേതാവാണ്. എല്ലാ കാര്യങ്ങളും ഹബീബിന് അറിയാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന സ്വഹാബി കുടുംബക്കാർക്ക് വേണ്ടി ലെറ്റർ എഴുതുകയാണ്.